ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കനൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണാം. ചിക്കൻ കോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ദേ ഇവിടെയാണ്. നല്ല നല്ല കോൾഡ് ചിക്കനാണ്. ദേ ചിക്കനൊക്കെ നല്ല കോട്ടഡായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട് ഗായ്സ്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇതാക്കുവാണ്, അരിയുവാണ്. അരിഞ്ഞിട്ട് കാണാം. ഇന്ന് തേജു വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് ഇവിടെ എത്തിയതിന്റെ പ്രമാണിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണൽ ചിക്കൻ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്. റൈസ് വേവിച്ച് ചിക്കൻ അങ്ങോട്ട് ഇടുക, ചിക്കൻ കറി ഉണ്ടാക്കും, റൈസ് ഉണ്ടാക്കും, അങ്ങനെ. ചിക്കൻ കറിയുടെ മുകളിലോട്ട് അങ്ങോട്ട് ഇല്ല, അത് ഇടുന്നില്ല, ദം ചെയ്യുന്നില്ല. അത് വേണ്ട എന്ന് വിചാരിക്കും. ഒരു വെറൈറ്റി പിടിക്കാലോ. അതെ അല്ലേ? റൈസ് ആൻഡ് ചിക്കൻ കറി അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മളുടെ ചിക്കനൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചല്ലേ വേറെ വീഡിയോയിൽ. അതേപോലെ തന്നെ കേട്ടോ സംഭവം. അമ്മ ദേ ഇവിടെ സവാള കുലുക്കുന അരിയുവാണ്. കണ്ടോ എൻ്റെ തേജുവിൻ്റെ ന്യൂ ഹെയർ സ്റ്റൈൽ കണ്ടോ ഗൈസ്? ഇഷ്ടമായോ? ഭയങ്കര ഷോഫ് വേണ്ട. ഇതാണ് തേജുവിൻ്റെ ന്യൂ ഹെയർ സ്റ്റൈൽ. നൈസ് ആയിട്ടുണ്ടല്ലേ, നല്ല ക്യൂട്ട്, കുറച്ചുകൂടെ ഒരു കുട്ടിത്തൊക്കെ വന്നു മുഖത്ത് അല്ലേ. നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നപ്പം നൈസായിരുന്നു. പക്ഷേ ഇനി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പം ഇതാണ് ബെസ്റ്റ് ഹെയർ സ്റ്റൈല്. ഭയങ്കര വെയിറ്റ് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് തന്നെ അവരവരുടെ ഹെയർ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് ഹെയർ ആണെങ്കിൽ നമ്മൾ തന്നെ ഇതിന് എഫേർട്ട് ഇടണം. പിന്നെ തേജുവിൻ്റെ ഹെയർ ശ്രദ്ധിച്ച് തിക്ക് ഹെയറാണ്. തിക്ക് ഹെയർ ആയത് കാരണം ഭയങ്കര പാട്ടാ. പറഞ്ഞോ. ഇത് നമ്മുടെ ന്യൂ മെമ്പേഴ്സ് ഓഫ് ആർ കിച്ചൻ ആണ്. എങ്ങനെയുണ്ട്? നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സാലഡ് പ്ലസ് എല്ലാം ഉണ്ടാക്കാം. സവാള ുള്ള സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി ഉള്ള സവാള, നമുക്ക് ടൊമാറ്റോ അരിഞ്ഞാലോ. ആദ്യം നമുക്ക് അതിൻ്റെ ആ ഒരു സംഭവം പറയാം. സാലഡിനുള്ളതാണ് നമ്മൾ അരിയുന്നത്. നല്ല കുഞ്ഞാന്നരിയാണ്. തേജുക്കുട്ടിയുടെ കട്ടിങ് ഉണ്ടോ ഗൈസ്? അടിപൊളിയായിട്ടില്ലേ? ഇതുപോലെ ചെറിയ കുട്ടികളെ കൊണ്ട് ചെറിയ അവർക്ക് പറ്റുന്ന ജോലിയൊക്കെ ചെയ്യിക്കണം. അപ്പോൾ അവർക്ക് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരും.
പിന്നെ ഈ ഫുൾ ടൈം ടി വി ഫോൺ യൂസേജൊക്കെ കുറയും. അപ്പം ഓൾറെഡി കുട്ടികൾക്ക് അമ്മമാരും വീട്ടിൽ അച്ഛന്മാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയും ഇപ്പം ചെയ്യണ്ട, വലുതാവട്ടെ. ഇത് സൂക്ഷിച്ച് ചെയ്യാനായിട്ട് പറയണം. ചിലപ്പോൾ കൈമുറി, ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴും പണ്ടൊക്കെ ഇതൊന്നും പഠിച്ചിട്ടല്ലല്ലോ ജനിക്കുമ്പോൾ തന്നെ, ചിലപ്പോൾ കൈമുറിയും. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, അല്ലാതെ മാറ്റി നിർത്താൻ പാടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഏറ്റവും നല്ലൊരു ഇതാണ്. നമുക്കൊരു വർക്ക് ലേബർ ഡിവൈഡായി പോകുമ്പോൾ നമുക്കും സുഖം. അതെ, ഞങ്ങൾക്ക് ജോലി കുറയും, നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്വ ബോധമൊക്കെ വരും. മനസ്സിലായോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക എല്ലാവരും. എന്താ ഒരു കോൺസെൻട്രേഷൻ ബൂസ്റ്റർ കൂടിയാണ് ഇതെന്ന് മനസ്സിലായില്ലേ? അപ്പോഴേക്കും സവാളയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് എടുക്കണം. ബിരിയാണി റൈസ് കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഓക്കെ, റൈസൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നും എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല. സാമഗ്രികളൊക്കെ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും അതായത് സ്ഥാനത്തോട്ട് വെച്ചിട്ടില്ല. അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. നമുക്ക് ഇന്നത്തേക്ക് മാത്രമുള്ള റൈസ് എടുക്കാം. ഒരു 2.5 ഗ്ലാസ് റൈസാണ് എടുത്തേക്കണേ. വാഷ് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് ടൊമാറ്റോ ഒക്കെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു, കുഞ്ഞുനാന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എല്ലാ സാധനങ്ങളും ഇടാം. നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് വരാം കേട്ടോ. ഒറ്റ സെക്കൻഡ്. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് വേട്ടാന്നാണ് പറയുന്നത്. നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം. അപ്പം അത് അരിഞ്ഞിട്ട് കാണാം ഗൈസ്. പച്ചമുളക് ഇടാം. തൈര് ഒഴിക്കാവേ. പൊട്ടിച്ചതല്ലേ? ഇല്ല, തൈര് ഒഴിക്കാവേ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. സൂപ്പർ സാലഡ് റെഡി. അപ്പം വെത്തണമല്ലോ, പരത്തി നല്ല സൂപ്പറാക്കി വെക്കാം. ഞാനിവിടെ റൈസ് ഓൾറെഡി വാഷ് ചെയ്ത് ഒരു 2.5 ഗ്ലാസ് വാഷ് ചെയ്ത്
റൈസ് മാത്രം ഊറ്റി വെച്ചേക്കുവാണ്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയുടെ കുറച്ച് സവാള, മൂത്ത് വന്ന സവാള കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 2.5 ഗ്ലാസ് റൈസാണ്. അതുകൊണ്ട് നമുക്കൊരു 3.25 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ ഒരു 3.5 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു സാധാരണ തണുത്ത വെള്ളം ഒഴിക്കണേ, ഫിൽറ്റേർഡ് വാട്ടറാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 3.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നോക്കാം. നമ്മുടെ ചിക്കൻ കറിയുടെ സവാള ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇത് രാവിലത്തെ ചപ്പാത്തിയാണ് കേട്ടോ. അതിനകത്തോട്ട് പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ, ഓൾറെഡി മസാലയൊക്കെ ഇട്ട് പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങ് ഇടുവാണ്. ചിക്കൻ മസാല എന്ന് പറയുമ്പം ചിക്കൻ മസാല പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രേ ഉള്ളൂ. നമുക്ക് പതുക്കെ അത് കുക്കായി വരട്ടെ അല്ലേ. അപ്പം ഞാനത് മൂടി വെക്കുവാണേ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 ഗ്ലാസ് റൈസിന് സെയിം ഗ്ലാസ്സാണ് റൈസ് മെഷർ ചെയ്ത് സെയിം ഗ്ലാസ്സിൽ ഒരു 3.25 ഗ്ലാസ് വാട്ടറാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇത് ചൂടാക്കി ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. 3.5 മതിയോ? ഇതിലേക്ക് കുറച്ച് ഗീയും കൂടി ഇടുന്നുണ്ടേ. കുറച്ച് ചതിയായാലും കുഴപ്പമില്ല. ഇതെന്താ വന്നില്ലല്ലോ, കട്ടകിയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം, ഒരു വിസിൽ. ഓക്കെ ഗായ്സ്, എൻ്റെ ഫേവറേറ്റ് ലിവറിൻ്റെ സംഭവം എനിക്ക് കിട്ടി ഗായ്സ്. എനിക്കത് വേണം കേട്ടോ. ഇവിടെ പപ്പ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് തിന്നാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് കാണാം. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഉച്ചയ്ക്കത്തെ പണി ഇത് വേവുന്നോറും കഴിഞ്ഞു. പുറത്ത് നല്ല മഴയാണേ, കാണിച്ചു തരാവേ. അത്രക്ക് മഴയില്ല, ചെറിയൊരു മഴ, പക്ഷേ ഒരു നല്ല മഴ കഴിഞ്ഞേ ഉള്ളൂ. എവിടെന്നെങ്കിലുമൊക്കെ സ്വീറ്റ്സും സ്നാക്സൊക്കെ കണ്ടുപിടിച്ച ഒരാൾ കഴിക്കൽ തുടങ്ങി അല്ലേ സിറ്റിയർ? ഹായ്. തേജുവിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ബിക്കോസ് യു ആർ സോ ക്യൂട്ട് വിത്ത് യുവർ ന്യൂ ഹെയർ സ്റ്റൈൽ തേജു. തേജുവിനെ ഇവിടെ മിസ് ചെയ്തായിരുന്നോ? കുറേ ദിവസം അവിടെ പോയി നിന്നപ്പം മിസ് ചെയ്തോ? അത്രക്കൊന്നും മിസ്സായില്ല. അവിടെ തേജു ഭയങ്കര കംഫർട്ടബിളാണ് വിത്ത് ചേച്ചി. പിന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ടേ. നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
ഇങ്ങനെ നമ്മുടെ റൈസ് ഓൾ സെറ്റാണ്, നല്ലവണ്ണം വെന്തിട്ടൊക്കെ ഉണ്ട്, ഓൾ സെറ്റ്. ഓൾമോസ്റ്റ് ആയ കേട്ടോ. ഞാൻ ടി വി കാണുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയുള്ള റൈസാണ് ഇടുന്നത്. ചിക്കൻ കറി. സാലഡ്, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. കഴിച്ചോക്കിയാലോ? സൂപ്പറാണോ? അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു ബൈ നെക്സ്റ്റ് വീഡിയോ. up